കളമശ്ശേരി സ്ഫോടന കേസ് പ്രതി മാർട്ടിനെതിരെ സാക്ഷി പറയുന്നവരെ കൊല്ലുമെന്ന് ഒരു ഭീഷണി സന്ദേശം. യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിലും കേന്ദ്രങ്ങളിലും ബോംബ് വയ്ക്കുമെന്നാണ് ഭീഷണി സന്ദേശത്തിലുള്ളത്. യഹോവ സാക്ഷികളുടെ PROയുടെ ഫോണിലേക്കാണ് വാട്സപ്പ് സന്ദേശം എത്തിയത്. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഈ മാർട്ടിനെതിരെ സാക്ഷി പറയുന്നവരെ കൊല്ലുമെന്ന് എന്താണ് ഈ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്? എവിടെ നിന്നാണ്, എങ്ങോട്ടേക്കാണ് ഈ ഭീഷണി സന്ദേശം എത്തിയത്? ദിവിഷ്, കളമശ്ശേരി സാമ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന സ്ഫോടനമൊന്നും നമ്മൾ മറന്നു കാണില്ല. അതുമായി ബന്ധപ്പെട്ട ആണ് ഇപ്പോൾ ഒരു ഭീഷണി സന്ദേശം യഹോവ സാക്ഷികളുടെ മേഖല വക്താവിന് ലഭിച്ചിരിക്കുന്നത്. മലേഷ്യയിൽ നിന്നുള്ള ഒരു നമ്പറിൽ നിന്നാണ് ഈ വാട്സപ്പ് സന്ദേശം വന്നതെന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ 12-ാം തീയതി രാത്രി 9:57 ഈ ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ആ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് ഈ കളമശ്ശേരി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പ്രതി മാർട്ടിനെതിരെ സാക്ഷി പറയുന്നവരെ കൊലപ്പെടുത്തുമെന്നാണ്. അതോടൊപ്പം തന്നെ ഈ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങളിലും അവരുടെ കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ ബോംബ് സ്ഫോടനം നടത്തുമെന്ന് ഒരു ഭീഷണിയാണ് ലഭിച്ചത്. ആ ഭീഷണി സന്ദേശം അതിൻ്റെ രേഖകൾ സഹിതം യഹോവ സാക്ഷികൾ അത് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോയിരിക്കുകയാണ്. ഇതിൽ കൃത്യമായും ഈ മൊബൈൽ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എവിടെ നിന്നാണോ സന്ദേശം ലഭിച്ചത് ആ മൊബൈൽ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഈ പരാതി നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും 2023 ഒക്ടോബർ 29 കളമശ്ശേരിയിൽ സാമ്ര കൺവെൻഷൻ സെന്ററിലെ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനയ്ക്കിടയിൽ പെട്രോൾ ബോംബിന്റെ സ്ഫോടനം ഉണ്ടാകുന്നത്. അതിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. 45ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ ഏക പ്രതിയാണ് മാർട്ടിൻ. മാർട്ടിനെതിരെ പോലീസ് കുറ്റപത്രം നൽകിയിട്ടുണ്ട്. പക്ഷേ മാർട്ടിന്റെ പിന്നാലെ എന്തെങ്കിലും ഗൂഢാലോചനകളുണ്ടോ, മറ്റാളുകളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അന്നൊക്കെ ആരോപണങ്ങളും സംശയങ്ങളും ഉയർന്നു. പക്ഷെ അതിലേക്കൊന്നും കാര്യമായി പോയില്ല. അപ്പോൾ ഇപ്പോൾ മാർട്ടിന് പിന്നിലുള്ള ഒരു സംഘമാണോ? എന്ത് സൂചനയാണ് ഈ ഭീഷണി സന്ദേശം നൽകുന്നത്? ദിവിഷ, മലേഷ്യയിൽ നിന്നുള്ള ഒരു നമ്പറിൽ നിന്നാണ് ഈ ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. ആ നമ്പർ ഏതാണ് എന്നത് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി വൈകിയാണ് പോലീസ് ഇതിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നമ്പർ കേന്ദ്രീകരിച്ച് ആ നമ്പർ ആരുടേതാണ്, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ മാത്രമായിരിക്കും ഈ ഭീഷണി സന്ദേശത്തിന് പിന്നിൽ ആര്, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ത് എന്നതൊക്കെ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഇത് വിചാരണയിലേക്ക് പോയിട്ടില്ല. വിചാരണ നടക്കാനിരിക്കുന്ന കേസിലാണ് മാർട്ടിനെതിരെ സാക്ഷി പറഞ്ഞാൽ ഒരു ഭീഷണി ഇപ്പോൾ യഹോവ സാക്ഷികൾക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഗൗരവത്തോടു കൂടി തന്നെ എടുത്തുകൊണ്ടാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നിലുള്ളത് ആര് എന്ന് കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ഏക തുമ്പ് എന്ന് പറയുന്നത് മലേഷ്യയിൽ നിന്ന് ലഭിച്ച സന്ദേശം വന്ന നിലവിൽ മുന്നോട്ട് പോയിട്ടുള്ള അന്വേഷണത്തിൽ ഇത് പൂർണ്ണമായും മാർട്ടിൻ ഒറ്റയ്ക്ക് ചെയ്ത ഒരു കാര്യം, മാർട്ടിന് എന്തോ വൈരാഗ്യങ്ങളോ വിരോധമോ ഉള്ളതുകൊണ്ട് ചെയ്ത കാര്യമെന്ന നിലയ്ക്കാണോ പോലീസ് എത്തി നിൽക്കുന്നത്? അവിടെ നിന്നാണോ പെട്ടെന്ന് ഇങ്ങനെ വേറൊരു സാധ്യത കൂടി തെളിഞ്ഞു വരുന്നത്? ദിവിഷ്, കേസിലെ കുറ്റപത്രത്തിൽ മാർട്ടിൻ മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. മാർട്ടിന് ഈ യഹോവ സാക്ഷികളുടെ അവരോടുള്ള വിരോധം മൂലം നടത്തിയൊരു കൃത്യം എന്നത് തന്നെയാണ് പോലീസിന്റെ കുറ്റപത്രത്തിലുള്ളത്. അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം നൽകുകയും അതിൽ നേരത്തെ UAPA ചുമത്താൻ പോലീസ് തീരുമാനിച്ചെങ്കിലും സർക്കാർ അതിന് അനുമതി നൽകിയിരുന്നില്ല. അതുകൊണ്ട് UAPA ഒഴിച്ചുകൊണ്ടുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രമാണ് ഈ പ്രതി മാർട്ടിനെതിരെ പോലീസ് നൽകിയിരിക്കുന്നത്. ഇനി കോടതിയാണ് അതിന്റെ വിചാരണയിലേക്ക് പോകേണ്ടത്. ആ വിചാരണ എന്തായാലും ആരംഭിച്ചിട്ടില്ല. അടുത്തൊന്നും അതിന്റെ വിചാരണ തുടങ്ങാനുള്ള സാധ്യതകളുമില്ല. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിൽ വിദേശത്ത് നിന്നൊരു സന്ദേശം കിട്ടിയിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴും കാര്യങ്ങൾ പ്രാഥമികമായ ഘട്ടത്തിൽ തന്നെയാണ്. കാരണം ഇന്നലെ രാത്രി വൈകി ഏതാണ്ട് 11:45 ഇതിൽ FIR വരുന്നത്. അതിനുശേഷം ഇപ്പോൾ പോലീസ് ആ നമ്പർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണ്.